സുരേഷ് ഗോപി ക്ഷണിച്ച പരിപാടിയിൽ പങ്കെടുക്കാനില്ല എന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ. മാധ്യമപ്രവർത്തകരോടാണ് രാമകൃഷ്ണൻ ഇക്കാര്യം അറിയിച്ചത്. നൃത്ത പരിപാടിക്ക് പോകാൻ പറ്റില്ല. സിനിമയിൽ നിന്നൊരാൾ വിളിച്ചതിൽ സന്തോഷമുണ്ട്. ചേട്ടൻ കലാഭവൻ മണി മരിച്ചിട്ട് 8 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു സിനിമാ മേഖലയിൽ നിന്ന് ഒരു സപ്പോർട്ട് ലഭിക്കുന്നതെന്നും അന്ന് മറ്റൊരു പരിപാടി ഉണ്ടെന്നുമാണ് RLV രാമകൃഷ്ണൻ പറയുന്നത്. കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തിനായാണ് സുരേഷ് ഗോപി രാമകൃഷ്ണനെ ക്ഷണിച്ചിരുന്നത്. ഈ മാസം 28-നാണ് പരിപാടി നടക്കുന്നതെന്നും പ്രതിഫലം നൽകി തന്നെയാണ് വിളിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഫോണിലൂടെയാണ് സുരേഷ് ഗോപി രാമകൃഷ്ണനെ ക്ഷണിച്ചത്. തന്റെ നവോത്ഥാന പ്രവർത്തനം ഇങ്ങനെയാണെന്നും സുരേഷ് ഗോപി അപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ കക്ഷി ചേരാൻ ഇല്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. തനിക്ക് വേദി നൽകാമെന്നറിയിച്ച സുരേഷ് ഗോപിക്ക് രാമകൃഷ്ണൻ അപ്പോൾ നന്ദിയും പറയുന്നുണ്ട്. രാമകൃഷ്ണന്റെ സഹോദരൻ കലാഭവൻ മണിയുമായി സുരേഷ് ഗോപിക്ക് അടുത്ത ബന്ധമാണുള്ളത്. ഇരുവരും ഒന്നിച്ച് നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തിക്കെതിരെ വലിയ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് വ്യക്തമാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് രാവിലെ നടന്നതും. 3 പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ തൃശൂർ റിപ്പോർട്ടർമാരാണ് RLV രാമകൃഷ്ണന്റെ പ്രതികരണം എടുക്കുവാൻ വേണ്ടി ചെന്നത്. അക്കൂട്ടത്തിലൊരു മാധ്യമ പ്രവർത്തകൻ തന്റെ ഫോണിൽ നിന്നും സുരേഷ് ഗോപിയെ വിളിച്ച് RLV രാമകൃഷ്ണന് നൽകുകയായിരുന്നു. അതിനുശേഷം ഫോൺ സ്പീക്കറിലിടാനും ഒക്കെ മാധ്യമപ്രവർത്തകർ രാമകൃഷ്ണനോട് പറയുന്നതും കേൾക്കാം. തന്റെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന് ഒറ്റയ്ക്ക് വന്ന് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ തയ്യാറാണോ എന്നും അതിനായി എന്ത് തുക വരുമെന്നും ഒക്കെ ഫോണിൽ സുരേഷ് ഗോപി രാമകൃഷ്ണനോട് ചോദിക്കുന്നത് കേൾക്കാം. രാമകൃഷ്ണൻ ഇതിന് സമ്മതം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ നവോത്ഥാന പ്രവർത്തനം ഇങ്ങനെയാണെന്നും അല്ലാതെ സാമൂഹിക വിമർശനത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ കൂടെ അണിനിരക്കാൻ പറ്റില്ല എന്നും അവരൊക്കെ എപ്പോൾ തിരിഞ്ഞു കൊത്തുമെന്ന് പറയാൻ സാധിക്കില്ല എന്നുമായിരുന്നു സുരേഷ് ഗോപി രാവിലെ RLV രാമകൃഷ്ണനോട് പറഞ്ഞത്. എന്നാൽ ഇത്രയും പറഞ്ഞ സുരേഷ് ഗോപി സത്യഭാമയുടെ ജാതി അധിക്ഷേപത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം. സുരേഷ് ഗോപി രാമകൃഷ്ണനോട് പറയുന്നത് അത്രയും സ്പീക്കറിലിട്ട് അത് ഷൂട്ട് ചെയ്ത റിപ്പോർട്ടർമാർ ചാനലിൽ വാർത്ത നൽകുകയും ചെയ്തു. പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെയും ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. തൃശൂർ മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപിയെ മാത്രം ഫോണിൽ വിളിച്ചു നൽകുന്ന റിപ്പോർട്ടറുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ സുരേഷ് ഗോപി പോലും കൈകൂപ്പി പോയിട്ടുണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ വിമർശിക്കുന്നത്. അതേസമയം സത്യഭാമയെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത സുരേഷ് ഗോപിക്കെതിരെയും വിമർശനങ്ങൾ ഉയരുന്നു. നൂറ്റാണ്ടുകളായി ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ അവഹേളിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധി കൂടിയായ RLV രാമകൃഷ്ണന് നേരെ കലാമണ്ഡലം സത്യഭാമ എന്ന വർണ്ണവെറിയും ജാതിവെറിയും മൂത്ത ഒരു നൃത്താധ്യാപിക നടത്തിയ കേട്ടാൽ അറയ്ക്കുന്ന പ്രയോഗങ്ങളെ ഒരു വാക്കുകൊണ്ടുപോലും വിമർശിക്കാതെ നിഷ്പക്ഷ നിരീക്ഷകരാകാൻ താങ്കളെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്തെന്നാണ് ചിലർ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത്. മാനവികതയുടെ ചെറു കണികയെങ്കിലും ഹൃദയത്തിൽ അവശേഷിച്ച മുഴുവൻ മനുഷ്യരും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ സത്യഭാമയ്ക്കെതിരെ രാമകൃഷ്ണന്റെ പക്ഷം ചേർന്നപ്പോൾ അതിൽ കക്ഷി ചേരാനാകാതെ വെറും ഒരു നിരീക്ഷകനാകാൻ ഒരു കലാകാരൻ കൂടിയായി താങ്കൾക്ക് കഴിഞ്ഞത് എങ്ങനെയാണെന്നും ഇവർ ചോദിക്കുന്നുണ്ട്. അതേസമയം രാമകൃഷ്ണനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ രാമകൃഷ്ണന് പിന്തുണയുമായി എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.